ഈ സഹോദരി ആരെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? നേരെ കാണുന്നില്ലേ ഇപ്പം? കണ്ടില്ലേ? ഈ സഹോദരിനെ ഞാൻ പരിചയപ്പെടുത്തി തരേണ്ട ആവശ്യം നിങ്ങൾക്കില്ല. കാരണം എന്ന് വെച്ചാൽ ഇന്ന് ഒരാളെ കുറ്റം പറയുന്ന വീഡിയോ ഇട്ടാൽ, ഒരാളെ ചീത്ത പറയുന്ന വീഡിയോ ഇട്ടാൽ, ഒരാളെ വേണ്ടാത്ത പറയുന്ന വീഡിയോ ഇട്ടാൽ ആ വീഡിയോക്ക് അടിപൊളിയായിട്ട് റീച്ച് കിട്ടും. അത് ഒരുപാട് പേര് ഏറ്റെടുക്കാൻ ആളുകൾ ഉണ്ടാവും. അങ്ങനെ ഈ ഒരു സഹോദരിൻ്റെ വീഡിയോ ഭയങ്കര റീച്ചായിന്. എന്ത് പറഞ്ഞെന്നറിയോ? ആ സഹോദരി തട്ടമിട്ട് ഡാൻസ് ആടിയ മുസ്ലിം പെൺകുട്ടികളെ പറ്റി ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ ഒരുപാട് ആൾക്കാർ ഏറ്റുപിടിച്ച് ഒരുപാട് ചെയ്യുകയും ചെയ്തു ആ വീഡിയോക്ക്. ആ സഹോദരി പറഞ്ഞതിൽ എന്താണ് തെറ്റ്? സഹോദരി ആ പറഞ്ഞ തെറ്റ് എന്താണെന്നാണ് മനസ്സിലാവാത്തത്. കാരണം ചില സഹോദരി തട്ടമിട്ടൊരു വീഡിയോ ചെയ്തതിനെ പറ്റി പറഞ്ഞിട്ടുണ്ടാകാം. പക്ഷെ പറയുന്നത് അവരെ കടമ, ചെയ്യേണ്ടത് ഞമ്മ. പക്ഷെ അതല്ല പ്രശ്നം. ഈ സഹോദരിൻ്റെ വീഡിയോക്ക് ആൾക്കാർ ചെയ്തെന്തിനാ? 1 വർഷങ്ങൾക്ക് മുമ്പ് നിങ്ങളും അങ്ങനെയായിരുന്നല്ലോ, തട്ടമിട്ടിട്ട് ഡാൻസ് ആടിയിട്ട് തട്ടമിട്ടിട്ട് റീൽസ് അഭിനയിച്ചിട്ടുണ്ട്, പലതും നിങ്ങൾ ചെയ്തിട്ടുണ്ട്. ശരി തന്നെയാണ്, ആ സഹോദരി ചെയ്തിട്ടുണ്ട്. പക്ഷെ ആ തെറ്റുകളെല്ലാം തെറ്റാണെന്ന് മനസ്സിലാക്കി തിരിച്ചിട്ട് നല്ല രീതിയിൽ അവർ വീഡിയോ ചെയ്യുന്നുണ്ട്. എന്താണ് ആ സഹോദരൻ്റെ സംഭവം എന്നില്ല നമുക്ക് കേൾക്കാം. 1 വർഷം മുൻപ് ഞാൻ മേക്കപ്പ് ഉപയോഗിക്കുമായിരുന്നു, മാന്യമായിട്ടുള്ള മോഡേൺ വസ്ത്രങ്ങൾ ഉപയോഗിക്കുമായിരുന്നു, പെർഫ്യൂം ഉപയോഗിക്കും, പാട്ട് കേൾക്കും, പാട്ട് പാടും, ഇതൊക്കെ ചെയ്യുമായിരുന്നു. പക്ഷേ ലാസ്റ്റ് 1 year ആയിട്ട് മനസ്സിലായില്ലേ? 1 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ മേക്കപ്പ് ഉപയോഗിക്കുമായിരുന്നു, പെർഫ്യൂം ഉപയോഗിക്കുമായിരുന്നു, പാട്ട് കേൾക്കുമായിരുന്നു, റീൽസ് അഭിനയിക്കുമായിരുന്നു. 1 വർഷങ്ങൾക്ക് മുമ്പ്. ഇപ്പം ഞാൻ അതെല്ലാം നിർത്തിയെന്ന്. എന്തുകൊണ്ട് നിർത്തിയെന്നല്ലേ കേൾക്കാം. അതത്ര എളുപ്പമായിട്ടുള്ളൊരു കാര്യമായിരുന്നില്ല. പല നഷ്ടങ്ങൾ ഉണ്ടാകും അറിഞ്ഞിട്ടും, എന്റെ ഇൻകം വരെ ഇല്ലാതാകും അറിഞ്ഞിട്ടും ഞാൻ ആ ഡിസിഷൻ എടുത്തു. കണ്ട, പല നഷ്ടങ്ങൾ ഉണ്ടാകുമെന്നറിഞ്ഞിട്ടും, ഇൻകം പോലും നഷ്ടപ്പെടുമെന്നറിഞ്ഞിട്ടും ആ സഹോദരി അത് തെറ്റാണെന്ന് മനസ്സിലാക്കി നേരെ കാര്യങ്ങളിലേക്ക് എത്തി. അൽഹംദുലില്ലാ. അപ്പോ 3 വർഷം മുൻപുള്ള എന്റെ ഈ വീഡിയോ ഇപ്പൊ പുറത്തേക്ക് വരാനുള്ള കാരണം മുസ്ലിം സൈഡിൽ എല്ലാവർക്കും അറിയാം. അതായത് ഹിജാബ് ധരിച്ചുകൊണ്ട് ഡാൻസ് ചെയ്യാൻ പാടില്ല എന്നുള്ളത്. അത് ഓപ്പണായി ഞാൻ പറഞ്ഞു. അതുകൊണ്ട് മുസ്ലിം ആയിട്ടുള്ള എല്ലാവർക്കും അറിയും ഹിജാബായിട്ട് ഡാൻസ് കളിക്കാൻ പാടില്ല എന്ന്. അത് ആ സഹോദരി തുറന്ന് പറഞ്ഞതിനു വേണ്ടിയിട്ടാണ് ആ സഹോദരിക്കെതിരെ ഒരുപാട് ആളുകൾ വീഡിയോ ചെയ്യുന്നുള്ളത് അല്ലേ? എന്നിട്ട് വർഷങ്ങൾക്ക് മുമ്പ് ഈ സഹോദരിൻ്റെ വീഡിയോ എടുത്തിട്ട് ഒരുപാട് ആൾക്കാർ ഇങ്ങനെ കാട്ടിക്കുന്നുണ്ട്, നിങ്ങൾ വർഷങ്ങൾക്ക് മുമ്പ് വീഡിയോ ചെയ്തിട്ട് വീഡിയോ ചെയ്യുന്നുണ്ട് സഹോദരി. അത് ആ തെറ്റുകൾ ആ സഹോദരി മനസ്സിലാക്കി, തെറ്റ് തന്നെയാണെന്ന്. എന്നിട്ട് ഇപ്പോൾ ഇത് പറയാൻ അർഹതയില്ലാന്ന് കാണിക്കാൻ വേണ്ടിയാണ് കുറെ ആളുകൾ ഇതിപ്പോ മാനിപ്പുലേറ്റ് ചെയ്യാൻ വേണ്ടി പുറത്തിട്ടിരിക്കുന്നത്. മൈ ഡിയർ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്, ഒരാള് തെറ്റ് മനസ്സിലാക്കി തിരുത്തി അതിൽ നിന്നും പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ പാസ്റ്റ് അത് നോക്കുന്നതിൽ അർത്ഥമില്ല. പ്രസന്റ് അതാണ് ഇമ്പോർട്ടന്റ്. കറക്റ്റ്. ഒരാൾ ഒരു തെറ്റാണെന്ന് മനസ്സിലാക്കി ശരിയായ വഴിയിലേക്ക് പോയാൽ പിന്നെ കഴിഞ്ഞു പോയ തെറ്റുകൾ നോക്കേണ്ട ഒരിതുമില്ല. ശരിയാണല്ല ആ സഹോദരി പറയുന്നുള്ളത്. പിന്നെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണമല്ലോ, നമ്മൾ ഏതെങ്കിലും ഒരു തെറ്റ് അറിവില്ലായ്മ കൊണ്ട് അറിഞ്ഞു അറിയാതെയും പരസ്യമായി രഹസ്യമായി ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ടാകും. അങ്ങനെ പല തെറ്റുകളും ചെയ്തിട്ടുണ്ടെങ്കിലല്ലേ അള്ളാഹു സുബ്ഹാനഹു തആലയോട് നമ്മൾ അറിഞ്ഞുകൊണ്ട് മനമുരുകി പ്രാർത്ഥിച്ചാലുണ്ടല്ലോ അള്ളാഹു സുബ്ഹാനഹു തആല സ്വീകരിക്കും എന്നാണ് നമ്മുടെ പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. അല്ലാണ്ട് നമുക്കറിയാമെന്നും ശരി, നമ്മൾ കൂടുതൽ കത്തിത്താവൊന്നും പഠിച്ച ആളൊന്നുമല്ല. പണ്ഡിതന്മാർ ഒരുപാട് വാദലും കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്. നമ്മൾ ചെയ്ത തെറ്റ് അത് തെറ്റാണെന്ന് തോന്നിയിട്ട് നമ്മൾ ഇൻഷാ അല്ലാഹുവിനോട് മനമുരുകി പ്രാർത്ഥിച്ചാൽ നമ്മളെ പ്രാർത്ഥന അള്ളാഹു സുബ്ഹാനഹു തആല സ്വീകരിക്കുകയും ചെയ്യും. നമ്മളെ തെറ്റുകൾ അള്ളാഹു സുബ്ഹാനഹു തആല പൊറുക്കപ്പെടുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതേമാതിരിയാണ് ഈ സ്ത്രീ ചെയ്തിട്ടുള്ളത്. ഈ പെങ്ങൾ തന്നെ പറയും. കാരണം വെച്ചാൽ എങ്ങനെയല്ല, നമുക്ക് ഇതാണ് ആ സഹോദരി ആ തെറ്റാണെന്ന് പറഞ്ഞിട്ട് മനസ്സിലാക്കിക്കൊണ്ടാണ് തിരിച്ചിട്ട് നേരായ മാർഗത്തിൽ പിടിക്കുന്നത്. പറയും സഹോദരി. വീഡിയോസ് ഡിലീറ്റ് ചെയ്യാത്തത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, എന്നെ വിശ്വസിച്ച് പണം ഏൽപ്പിച്ച് പരസ്യം ചെയ്തവരെ എനിക്ക് വഞ്ചിക്കാനാവില്ല. ആ വീഡിയോ കണ്ടാ. അപ്പൊ കുറേ ആൾ ചോദിക്കുന്ന പഴയ വീഡിയോകൾ നിങ്ങൾ എന്തുകൊണ്ട് ഡിലീറ്റ് ആക്കാത്തേന്ന്. അപ്പൊ ആ സഹോദരി എന്ത് പറഞ്ഞറിയോ?
കറക്റ്റല്ല ആ സഹോദരി പറയുന്നത്. ഇതാണ് വിശ്വാസം, ഇങ്ങനെയാവണം. ആ സഹോദരി പറഞ്ഞത് എന്നെ വിശ്വസിച്ചിട്ട് പരസ്യം ചെയ്യാനും വേണ്ടിയിട്ട് ആളുകൾ ക്യാഷ് കൊടുത്തിന്, അപ്പം അവരെ ചതിക്കാനും പാടില്ലാലോ. അതാണ് ഇല്ല എന്ന വാക്ക് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. എൻ്റെ മനസ്സ് അള്ളാഹ്ക്കറിയാം, എനിക്കത് മതി. ഇനി ചിലർക്ക് ഞാൻ മാറ്റം കൊണ്ടുവന്നെങ്കിലും മുഖം മറയ്ക്കാത്തതാണ് ബുദ്ധിമുട്ട് എങ്കിൽ പ്രശസ്തനായ ഇസ്ലാമിക പണ്ഡിതനുമായ മുഫ്തി മെങ് പറയുന്നതൊന്ന് കേട്ടു നോക്കാം. Niqab compulsory? No. Any explanation? It's highly recommended in Islam, but I personally follow the opinion that it's not compulsory. നിക്കാബ് ധരിക്കുക, മുഖം മറയ്ക്കുക എന്നുള്ളത് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ഒരു കാര്യമാണ്. അത് പ്രോത്സാഹിപ്പിക്കുക തന്നെ വേണം. പക്ഷേ മുഖം മറയ്ക്കണം, നിർബന്ധമായും വേണം എന്ന് ഖുർആനിലോ ഹദീസിലോ പറയുന്നതായി എൻ്റെ അറിവിലില്ല. അതുകൊണ്ട് തന്നെ രണ്ടഭിപ്രായം അതിലുണ്ട്. സോ നിർബന്ധമാണെന്നും പറയാൻ കഴിയില്ല. ഇനി അവസാനമായിട്ട് സോഷ്യൽ മീഡിയയിൽ വന്ന് ഹിജാബ് ഇട്ട് സംസാരിക്കാമോ? സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് ഒരു പ്ലാറ്റ്ഫോമാണ്. അത് ആളുകൾ എങ്ങനെ ഉപയോഗിക്കുന്നു എന്ന അടിസ്ഥാനത്തിലിരിക്കും. നല്ല രീതിയിലും മോശമായ രീതിയിലും ഉപയോഗിക്കാം. ഹറാം ഈസ് ഹറാം. അതിപ്പോ ഞാൻ ചെയ്താലും നിങ്ങൾ ചെയ്താലും ആര് ചെയ്താലും അങ്ങനെ തന്നെ. ആരും ആരെക്കാളും വലുതല്ല, ആരും പെർഫെക്റ്റ് അല്ല. പക്ഷെ കൺമുൻപിൽ തെറ്റ് കണ്ടു കഴിഞ്ഞാൽ മാന്യമായ രീതിയിൽ പ്രതികരിക്കാം. ഹറാമ് ഹറാം തന്നെ, ചെയ്യുന്നത് ഹറാം എന്ന് ആ സഹോദരിക്ക് മനസ്സിലായത് കൊണ്ടല്ലേ നേരായ രീതിയിൽ ആ സഹോദരി വീഡിയോ ചെയ്യുന്നത്. പക്ഷെ അതൊരു സംശയം തന്നെയാണ്. ചില ആളുകൾ കമൻ്റ് ഇട്ടിട്ട് ചോദിക്കുന്നത്, പിന്നെ ചില സ്ത്രീകൾ എനിക്കെന്ത് തട്ടമിട്ടൂടെ എന്നെല്ലാം പറഞ്ഞിട്ട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ തട്ടമിടത് ഇസ്ലാമിൽ നിർബന്ധമല്ലായിരിക്കും അല്ലേ? നമുക്കറിയില്ല കേട്ടോ. ചില ആളുകൾ പറയുന്നത് നിർബന്ധമല്ല, ആവശ്യമുണ്ടെങ്കിൽ മാത്രം. അതേപോലെ തന്നെയാണ് തട്ടമല്ല ഹിജാബ് ഇടൽ നിർബന്ധമല്ല എന്ന്. തട്ട നിർബന്ധം മുടി കാണിക്കാൻ പാടില്ല എന്നു പറയുന്നത് കേട്ടിട്ടുണ്ട്. സോറി ഏട്ടാ, ഞാൻ നേരത്തെ പറഞ്ഞത് തിരിച്ചെടുത്ത്. പിന്നെ തട്ടം ഇടുന്ന നിർബന്ധമാണ്, മുടി പുറത്ത് കാണിക്കാൻ പാടില്ല എന്ന് ഇസ്ലാമിൽ പറയുന്നതെന്ന് ഉസ്താദുമാരെ നമ്മളെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. പക്ഷേ ഹിജാബ് മുഖം മറക്കൽ നിർബന്ധമില്ല, വേണവർക്ക് ചെയ്യാം, വേണ്ടാത്തവർക്ക് ചെയ്യാം. അതിനെപ്പറ്റി ചിലപ്പോൾ ഇതായിരിക്കുമല്ല ആ സഹോദരി പറഞ്ഞ് ചെയ്താൽ കൂലിയും ഉപേക്ഷിച്ചാൽ ശിക്ഷയും ഇല്ലാത്തതാണ് ഈ കറാത്ത് എന്ന് പറഞ്ഞില്ല, അതിൽ പെട്ടതായിരിക്കുമല്ലോ ഈ മുഖം മറക്കൽ. എനിക്കറിയില്ല കേട്ടോ, ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ഇട്ടിട്ട് പറയണം കേട്ടോ. അപ്പോൾ ഏതൊരാളും അറിവില്ലായ്മ കൊണ്ടും അറിഞ്ഞും അറിയാതെയും പരസ്യമായും തെറ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ പൊറുക്കപ്പെടുന്നവൻ അള്ളാഹുവെന്ന് നമ്മൾ പഠിച്ചിട്ടുള്ള പാഠങ്ങളാണ്. പിന്നെ വേറൊരു കാര്യം നിങ്ങളോട് പറയാൻ എന്തെന്നറിയോ? ഫസ്റ്റ് ഞാനിതൊന്ന് തോന്നിട്ട് ഇതൊരു പിന്നെ ഈത്തപ്പഴമാണ്. ഇതിനെന്ത് പറയലെന്ന് വെച്ചാൽ ഋത്തുബ് എന്ന് പറയും. നല്ല ടേസ്റ്റാണ് ഈത്തപ്പഴം, പക്ഷെ അതല്ല ഇത്. പക്ഷെ ഞാൻ പറയാൻ കഴിഞ്ഞ കാര്യം എന്ന് വെച്ചാലില്ലേ, പിന്നെ ഇത് നമ്മളെ വീഡിയോ ഇല്ലേ, ഇപ്പോൾ നല്ല റീച്ചാണെങ്കിൽ ഒരാളെ കുറ്റം പറയണം. ആ കുറ്റം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല റീച്ചാവും. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വീഡിയോ റീച്ച് ആകുന്നില്ല കേട്ടോ. അതെന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? ഇനി നേരെ വീഡിയോ ചെയ്താലല്ലോ ഒരിക്കലും റീച്ച് ആകുന്നില്ല. ഞാൻ ഇതിന് മുമ്പില്ലേ നല്ല വീഡിയോ ചെയ്യുന്നുണ്ടായിന്, ഒരുപാട് ആൾക്കാരെ കുറ്റം പറഞ്ഞിട്ട് വീഡിയോ ചെയ്യുന്നുണ്ടായിന്. മാഷാ അല്ലാ, എന്ത് റീച്ച് എന്നറിയോ, നല്ല റീച്ച്. ഒരുപാട് റീച്ച് കിട്ടി ഞങ്ങൾക്ക് ആ വീഡിയോക്ക്. ഇപ്പോൾ എൻ്റെ വീഡിയോ ഒന്നും റീച്ച് ആകുന്നില്ല. എന്നിട്ട് ഞാൻ ആരും കുറ്റം പറയലില്ല, ആരും വേണ്ടാത്ത പറയലില്ല. അപ്പോൾ അതുകൊണ്ടില്ല, റീച്ച് കിട്ടുന്നില്ല. എന്നിരുന്നാലും നമ്മൾ കുറ്റം പറയില്ല കേട്ടോ ആരും. റീച്ച് കിട്ടിയത്ര മതി. നമ്മൾ ഇങ്ങനെ ഒരു ടൈം പാസ്റ്റിന് വീഡിയോ ചെയ്യുന്നതാണ്, അല്ലാണ്ട് പിന്നെ ഒരാളെ നന്നാക്കാനോ ഒരാളെ കുറ്റം പറയാനൊന്നുമല്ല. റീച്ച് കിട്ടാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഒരു ആഗ്രഹം ഉണ്ട് എന്നുണ്ടെങ്കിലുണ്ടല്ലോ മറ്റുള്ളവരെ കുറ്റം പറഞ്ഞു. സത്യത്തിനും റീച്ച് കിട്ടും. ഈ സഹോദരനെ ചെയ്ത പ്രവൃത്തി നല്ല പ്രവൃത്തിയാണ്, ഞാൻ അംഗീകരിക്കുന്നുണ്ട്. അപ്പോൾ ആരെങ്കിലും കുറ്റം പറയാന്നുണ്ടെങ്കിൽ നിങ്ങൾ റീച്ചിന് വേണ്ടിയിട്ട് കുറ്റം പറയുകയാണെങ്കിൽ കുറ്റം പറഞ്ഞു കേട്ടോ. അപ്പോൾ എന്നിരുന്നാലും ഇതൊരു തമറ്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അടിപൊളി തമറ് കേട്ടോ, ഒന്നും പറയാനില്ല. നല്ല കിടിലം തമറ് തന്നെ. അപ്പം ആ സഹോദരിൻ്റെ വാക്ക് ഞാൻ കടം എടുത്തുകൊണ്ട് പറയുന്നു, തട്ടം വിട്ടിട്ട് ഡാൻസ് ആടുന്നാലും തട്ടം വിട്ടോ, അതല്ലെങ്കിൽ ഹിജാബ് ഇട്ട് ഡാൻസ് ആടുന്നാലും ഹിജാബ് ഇട്ടോ, നിങ്ങളിഷ്ടം. പറഞ്ഞു തരേണ്ടത് പണ്ഡിതന്മാരുടെ കടമ. അത് അവർ പഠിച്ചത് കൊണ്ടാണ് അവർ പറഞ്ഞിരുന്നത്, അല്ലാണ്ട് വേറൊന്നുമല്ല. അവർ പഠിച്ചതുകൊണ്ട് അവർ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്, കാശെടുത്ത് തരുന്നുണ്ട്. നമ്മൾ അംഗീകരിക്കുന്ന ആൾ അംഗീകരിക്കാം, അല്ലാതെ കളിക്കിട്ട് പോവാം. എത്ര ആളെടുത്ത് തട്ടവിടാണ്ട് സിനിമയിലല്ല മുസ്ലിം സ്ത്രീകളില്ലേ, എന്ത് കുറ്റം പറയുന്നവർ കുറ്റം പറയും, നല്ലത് പറയുന്നവർ നല്ല വരും.
നിങ്ങളെ ചോയ്സ്, നിങ്ങൾക്ക് എന്ത് വേണമെങ്കിൽ ചെയ്യാം, അത് നിങ്ങളിതാണ് അല്ലേ? അങ്ങനെ